ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ നിഫ്റ്റിയിൽ ട്യൂസ്ഡേ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ബുള്ളിഷ് ആയിട്ടുള്ളൊരു എൻഡ് നമ്മൾ ഈ ഒരു ലെവലിൽ നിന്നായിരുന്നു നമ്മൾ എൻഡ് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു ഇതിൽ ഈ ഒരു എൻട്രിയിൽ അത്യാവശ്യം പോയിൻറ്റ്സ് ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ട്രേഡിൻ്റെ പിന്നിലുള്ള ലോജിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെ ഈ ഒരു ട്രേഡ് നമ്മൾ എടുത്തു, ലൈക്ക് ഈ ഒരു ട്രേഡിൽ നമ്മുടെ റിസ്ക് റിവാർഡ് എത്രയായിരുന്നു, നമ്മൾ ഈ ഒരു ട്രേഡ് പിന്നിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ലോജിക്ക് എന്താണ് എന്നുള്ളതാണ് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ ഈ ഒരു ചാർട്ടിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസുകൾ ഫസ്റ്റ് നമുക്ക് മാർക്ക് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. സോ എങ്ങനെയാണ് നമ്മൾ ആ ഒരു ട്രേഡിലോട്ട് എത്തി എന്ന് നമുക്ക് അറിയാൻ പറ്റും. സോ നമുക്ക് നമ്മൾ ചൊവ്വാഴ്ച, അതായത് ട്യൂസ്ഡേ 19 ഡിസംബറിലാണ് നമ്മൾ ഈ ഒരു ട്രേഡ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് അതിൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റേഞ്ചസ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് ഇൻട്രാഡേ ചെയ്യുന്ന സമയത്ത് ഇന്നലെ എന്താണ് മാർക്കിൽ നടന്നത് എന്നുള്ളതിന് കൂടുതൽ നമുക്ക് എന്ത് കൊടുക്കുന്നുണ്ട്, പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട്. സോ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ലെവലായിട്ടുള്ള പ്രീവിയസ് ആയിട്ടുള്ള ഡേലോ നമ്മൾ മാർക്ക് ചെയ്യുന്നു, പ്രീവിയസ് ആയിട്ടുള്ള ഡേ ഹൈ നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഡേ ഹൈ എന്ന് പറയുന്ന സമയത്ത് ഇതായിരിക്കും നമ്മുടെ ഡേ ഹൈ ആയിട്ട് വരുന്നത്. സോ ഇതാണ് നമ്മുടെ ഡേ ലോ വരുന്നത്. സോ ഈ ഒരു ലെവലായിരുന്നു മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ലോട്ട് മാർക്കറ്റ് ഉണ്ടാക്കിയിരുന്നു മൺഡേ. എന്നിട്ട് മാർക്കറ്റ് ഇവിടെ വരെ ഒരു ചെറിയ റാലി നടത്തിയിട്ട് വീണ്ടും മാർക്കറ്റ് ഈ ഒരു ഇവിടെ എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ പിന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റേഞ്ചസ് വരുന്നത്, ഇമ്പോർട്ടൻ്റ് ലെവൽ വരുന്നത്, ഈ ലെവൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ലെവൽ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇത് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ലെവലാണ്. സോ ബട്ട് ഈ ഒരു ലെവൽ നമ്മൾ അന്ന് ട്രേഡ് എടുത്ത സമയത്ത് പ്രോപ്പറായിട്ട് മാർക്ക് ചെയ്തിട്ടില്ലായിരുന്നു. ഓക്കെ, കാരണം നമുക്ക് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത, എന്തുകൊണ്ട് മാർക്ക് ചെയ്തിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത ഏരിയ ഇവിടുന്നാണോ എന്നുള്ളതിലൊക്കെ നമുക്ക് കൺഫ്യൂസ്ഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു ലെവലിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ അത്ര അത് ഒരു ലെവലായിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ലായിരുന്നു. സോ ഈ ഒരു രണ്ട് ലെവൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോലെ നമ്മൾ ഈ ഡൈനാമിക് സോണിൻ്റെ ട്രേഡായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഡൈനാമിക് സോണിൽ നിന്ന് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ബേസ് ഫോം ചെയ്യുമ്പോൾ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ട്രേഡ് എടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പൊതുവെ ഡിസ്കസ് ചെയ്യുന്ന ചിലതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവോയ്ഡ് ചെയ്തിട്ടുള്ള ഒരു ട്രേഡായിരുന്നു നമ്മൾ ബേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഇവിടെ ഇനി നെക്സ്റ്റ് നമ്മൾ സി പി ആറിൻ്റെ ലെവൽസും ഡൈനാമിക് ലെവൽസും നമുക്കിതിവിടെ മാർക്ക് ചെയ്യാം. സോ നമ്മൾ ഫസ്റ്റ് സി പി ആറിൻ്റെ ലെവൽ മാർക്ക് ചെയ്തിട്ട് ഈ സി പി ആറിൻ്റെ ഇമ്പോർട്ടൻസ് അന്നത്തെ മാർക്കറ്റിൽ ഡിസ്കസ് ചെയ്തിട്ട് പിന്നെ നെക്സ്റ്റ് ഈ ഒരു ലെവലിൽ നിന്ന് എങ്ങനെ ട്രേഡ് എടുത്തു എന്നുള്ളത് നമുക്ക് പോകാം. സോ ഇവിടെ ഈ ഒരു സി പി ആറിൻ്റെ ഈ ലെവലിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എവിടെയാണ് ഓപ്പൺ ചെയ്തത് ഈ ഒരു പ്രീവിയസ് ആയിട്ടുള്ള ഈ റേഞ്ചിൻ്റെ ഉള്ളിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. സോ ഇങ്ങനത്തെ റേഞ്ചിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ കൺസിഡറേഷൻ കൊടുക്കേണ്ടത് മാർക്കറ്റ് സൈഡ് വൈസ് എന്നുള്ള കൺസിഡറേഷനാണ് കൊടുക്കേണ്ടത്. സോ സൈഡ് വൈസ് ആകുന്ന മാർക്കറ്റിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ട്രേഡ് എടുക്കുന്നത് എവിടെയായിരിക്കും, മാർക്കറ്റിൻ്റെ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് കാണുന്നുണ്ടെങ്കിൽ അവിടുന്ന് റിവേഴ്സൽ ട്രേഡുകൾക്ക് നമുക്ക് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കാം. ലൈക്ക് നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്, ഇപ്പോൾ എക്സാമ്പിൾ പറയാം, മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഈ ഡേ ഹൈൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഡേ ലോൻ്റെ താഴേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും കൂടെ കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം നമ്മൾ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് ട്രെൻഡിങ് മാർക്കറ്റിലാണ്. സോ ട്രെൻഡിങ് മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് എടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ട്രെൻഡിങ് ഡയറക്ഷനിലായിരിക്കും നമ്മൾ ട്രേഡ് പോകുക. ബട്ട് അന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരുന്നത് എന്തിലായിരുന്നു, ഇൻസൈഡ് ആയിട്ടുള്ള ആ ഒരു റേഞ്ചിലായിരുന്നു. ആ റേഞ്ചിൻ്റെ ഉള്ളിലായിരുന്നു മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അന്ന് കൂടുതൽ പ്രിഫറൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന സൈഡ് വൈസ് മാർക്കറ്റിനായിരുന്നു, അത് റിവേഴ്സൽ ട്രേഡുകളായിരുന്നു. സോ നമ്മൾ ഇവിടുന്ന് എടുത്തിട്ടുണ്ടായിരുന്ന ട്രേഡ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലിൽ നിന്നായിരുന്നു നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് പ്രോപ്പറായിട്ട് എന്തെന്നായിരുന്നു, ഇവിടുന്ന് വരുന്ന റിവേഴ്സലും അതേപോലെ ഈ ലെവലിൽ നിന്ന് വരുന്ന റിവേഴ്സൽ ട്രേഡായിരുന്നു. സോ ഫസ്റ്റ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇവിടെ നോക്കി, ഓപ്പൺ ചെയ്തത് ഈ ഒരു റേഞ്ചിലാണ്. അതുകൊണ്ട് തന്നെ റിവേഴ്സൽ ട്രേഡുകളിന് കൂടുതൽ പ്രിഫറൻസ് കൊടുത്തു എന്നുള്ളതാണ്. ഓക്കെ, എന്നിട്ട് ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സി പി ആറിൻ്റെ ഈ ഒരു ലെവലിലോട്ട് ടെസ്റ്റ് വന്ന സമയത്താണ് നെക്സ്റ്റ് നമ്മൾ കണ്ടീഷനായിട്ട് നോക്കുന്നത്. ഓക്കെ, ഇവിടെ സി പി ആറിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രീവിയസ് ആയുള്ള ദിവസത്തിൽ സി പി ആർ വൈഡായിരുന്നു. ഓക്കെ, അന്ന് ഓപ്പൺ ചെയ്തപ്പം സി പി ആർ കുറച്ച് നേരമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നാരോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാരോ സി പി ആർ, 2-3 സി പി ആർ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്, വൈഡ് സി പി ആർ, ആവറേജ് സി പി ആർ, നാരോ സി പി ആർ. സോ ഈ ടൈപ്പ് സി പി ആർ പൊതുവെ മാർക്കറ്റ് വോളറ്റൈലിറ്റി എക്സ്പെക്റ്റ് ചെയ്യുന്ന, ലൈക്ക് വോളറ്റൈലിറ്റിനെ കാണിക്കുന്ന, ലൈക്ക് വോളറ്റൈലിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കൈൻഡ് ഓഫ് സി പി ആർ ആണ് പൊതുവെ നാരോ സി പി ആർ വരിക. ഒരു ആവറേജ് സി പി ആർ ആക്കാൻ ട്രെൻഡിങ് മാർക്കറ്റിൽ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പറയാം. പക്ഷേ വളരെ നാരോ ആയിട്ടുള്ള സി പി ആർ ആണെങ്കിൽ മാർക്കറ്റ് മോസ്റ്റ് ലൈക്ലി ടു ബി വോളറ്റൈൽ എന്നുള്ളതാണ് നമ്മൾ പൊതുവെ അതിന് പറയാറ്. സോ അന്നത്തെ സി പി ആർ ഇങ്ങനത്തെ കണ്ടീഷനിൽ വരുന്ന, ഇങ്ങനെ ഒരു സിംഗിൾ ലൈനായിട്ട് വരുന്ന സി പി ആറിന്
സ്വാഭാവികമായിട്ട് മാർക്കിൽ ഇമ്പോർട്ടൻസ് വരാറില്ല. അതായത് അത്തരം കൈൻഡ് ഓഫ് CPRൽ പ്രൈസ് എന്ത് ചെയ്യാറുണ്ട്, പെട്ടെന്ന് വന്ന് ക്രിസ് ക്രോസ് ചെയ്യാറുണ്ട്. ലൈക്ക് ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ചെറിയൊരു സപ്പോർട്ട് എടുത്ത് എന്നുള്ളതല്ലാതെ പെട്ടെന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ഒരു CPRനെ ബ്രേക്ക് ചെയ്തു. അതേപോലെ മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സൽ വന്നിട്ട് ഈ ഒരു ലെവലിൽ നിന്ന് ഒരു ചെറിയൊരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ഒന്നും തരാതെ മാർക്കറ്റ് എന്ത് ചെയ്തു, പെട്ടെന്ന് ഇതിനെ ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഇതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് പോയി. സോ അതിനർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ CPRന് ആക്ച്വലി അന്നത്ര ഇമ്പോർട്ടൻസ് നിഫ്റ്റി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ഈ ഒരു ലെവൽ അത് എങ്ങനെ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, ഒന്ന് മനസ്സിലാക്കേണ്ടത് നാരോ CPR ആണ് എന്നുള്ളതാണ്. രണ്ടാമത് മനസ്സിലാക്കേണ്ടത് പ്രൈസ് അതിനെ പെട്ടെന്ന് ക്രോസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ആ ഒരു കൈൻഡ് ഓഫ് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ അതാണ് CPRൻ്റെ ഒരു കണ്ടീഷനായിട്ട് ഇതിൽ പറയാനുള്ളത്. സോ നമ്മൾ ഇവിടെ നമ്മൾ എൻഡ് എടുക്കുന്ന സമയത്ത് നമുക്ക് CPR ഇവിടെ എൻഡ് എടുക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് വിചാരിക്കും CPR എന്താണ് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കില്ല, അപ്പോൾ ഇവിടെ എൻഡ് എടുക്കാൻ പറ്റില്ല നമ്മൾ സ്വാഭാവികമായിട്ട് വിചാരിക്കും. അങ്ങനെ ഒരു തിങ്കിങ് പ്രോസസ്സ് നമുക്ക് ഉണ്ടാവും. പക്ഷേ നമ്മൾ പറഞ്ഞ പോലെ CPRന് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. കാരണം അത് ഇവിടുത്തെ പ്രൈസ് ബിഹേവിയർ ആയിരുന്നു. രണ്ടാമത്തത് ഇവിടെ നാരോ ആയിട്ടുള്ള CPR ആയതുകൊണ്ടാണ്. സോ നാരോ ആയിട്ട് CPR ആയതുകൊണ്ട് ഇവിടുത്തെ പ്രൈസ് ബിഹേവിയർ നോക്കുന്ന സമയത്ത് എന്താണ്, പെട്ടെന്നുള്ള ക്രോസിംഗ് ആണ് നടക്കുന്നത്. അതുകൊണ്ട് CPRന് ഇമ്പോർട്ടൻസ് അവിടെ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ പ്രൈസ് അത്ര CPRന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ പ്രീവിയസ് ആയിട്ടുള്ള ഡേ റേഞ്ച് എല്ലാം മാർക്ക് ചെയ്തു. മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു. CPRൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെ മാർക്കറ്റ് CPRൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ CPR അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് റിവേഴ്സൽ എടുക്കാനുള്ള സെറ്റപ്പാണ്. ഓക്കെ, ഇവിടുന്ന് റിവേഴ്സൽ എടുക്കാനുള്ള സെറ്റപ്പാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ CPR നമുക്ക് എന്തല്ല ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ നമ്മൾ മാറ്റി വെച്ചു. CPRനെ നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കുന്നില്ല. ഓക്കെ, ഇവിടുന്ന് അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് ട്രേഡ് എടുക്കാൻ പറ്റും. ഓക്കെ അല്ലേ, ഇവിടുന്ന് ട്രേഡ് എടുക്കുന്ന സമയത്ത് ആക്ച്വലി ഇവിടെ വേറൊരു റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് വരുന്നത് ഡൈനാമിക് സോണാണ്. ഓക്കെ, ഡൈനാമിക് സോൺ അന്ന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡൈനാമിക് സോണിനെ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് ഇവിടെയൊക്കെ എന്ത് വരുന്നുണ്ട്, കൈൻഡ് ഓഫ് റെസിസ്റ്റൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഡൈനാമിക് സോൺ അന്ന് എന്ത് ഇമ്പോർട്ടൻസ് കൊടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈനാമിക് സോണിന് പൊതുവേ റിവേഴ്സലാണ് വരാറ്. സോ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് എവിടെയാണ്, ഇൻസൈഡ് ആയിട്ടുള്ള ആ ഒരു റേഞ്ചിലാണ് ഓപ്പൺ ചെയ്തത്. സോ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് പ്രീവിയസ് ആയിട്ടുള്ള ഡേ റേഞ്ചിലാണ്. പ്ലസ് ആ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന പ്രീവിയസ് ആയിട്ടുള്ള ഡേ റേഞ്ചിലാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് എങ്ങോട്ടാണ്, റിവേഴ്സൽ ട്രേഡുകളാണ്. അതേപോലെ അതുകൊണ്ട് തന്നെ ഡൈനാമിക് സോൺ എന്താണ് കൂടുതൽ വരുന്നത്, റിവേഴ്സൽ ട്രേഡുകളാണ്. സോ നമ്മൾ അതുകൊണ്ട് ഡൈനാമിക് സോണിന് അവിടെ എന്തുണ്ട്, കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതിന് എന്താണ് ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചാലും മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് പ്രീവിയസ് ആയിട്ടുള്ള ഡേ റേഞ്ചിലായതുകൊണ്ട് തന്നെ അവിടെ റിവേഴ്സൽ ട്രേഡുകൾ വരാനുള്ള പ്രൊബാബിലിറ്റി കൂടുതലാണ്. ഡൈനാമിക് സോണിന് കൂടുതൽ വരുന്ന പ്രൊബാബിലിറ്റി എന്താണ്, റിവേഴ്സൽ ട്രേഡുകളാണ്. സോ ഡൈനാമിക് സോണിന് അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇന്നത്തെ മാർക്കറ്റിൽ ഡൈനാമിക് സോണിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം റിവേഴ്സൽ ട്രേഡുകൾ ആ ലെവൽസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ ഇവിടെ നമ്മൾ ട്രേഡ് എടുക്കുന്ന സമയത്ത് ഈ ഒരു ലെവലിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ഈ ഒരു ലെവലിൻ്റെ അബോവ് മാർക്കറ്റ് പോകുകയാണെന്നുണ്ടെങ്കിൽ അത് ഡൈനാമിക് സോണിന് റിവേഴ്സൽ ട്രേഡുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രേഡ് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ നമ്മൾ സ്വാഭാവികമായിട്ടും വിചാരിക്കും നമുക്ക് ഇവിടുന്ന് ട്രേഡ് പോകാൻ പറ്റൂലേ എന്നുള്ളത്. പക്ഷേ ഇവിടുന്ന് ട്രേഡ് എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. നമ്മൾ ഇവിടെ നല്ല ട്രേഡ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് പ്ലേസ് ചെയ്യാതിരിക്കാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈനാമിക് സോണാണ്. നേരത്തെ പറഞ്ഞ പോലെ ഡൈനാമിക് സോണിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട് അന്ന്. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് വീണ്ടും മാർക്കറ്റ് ഈ ഡൈനാമിക് സോണിൻ്റെ ലെവലിലോട്ടെത്തി. ഈ ഒരു ഡൈനാമിക് സോണിന് പ്രോപ്പറായിട്ട് മാർക്കറ്റ് ഒരു ബേസ് ഫോം ചെയ്തു. ആ ബേസിൻ്റെ അബോവ് മാർക്കറ്റ് പോയതിന് ശേഷമാണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്തത്, ട്രേഡ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് റിവേഴ്സൽ ട്രേഡ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരിക്കലും ഇവിടെ നിന്നല്ല റിവേഴ്സൽ ട്രേഡ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ ഒരു ലെവലിൽ നിന്നാണ് റിവേഴ്സൽ ട്രേഡ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ടായത്. അതിനുള്ള കാരണം നമ്മൾ പറഞ്ഞു ഡൈനാമിക് സോൺ അന്ന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടുന്ന് ട്രേഡ് എടുക്കുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും വിചാരിക്കും എന്നാൽ CPR എന്തുകൊണ്ട് റെസിസ്റ്റ് ചെയ്യുന്നില്ല. അത് നമ്മൾ വീഡിയോ തുടങ്ങുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു CPRന് അന്ന് അത്ര നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല അന്ന്. അതിനുള്ള കാരണം CPRൻ്റെ ഈ ഒരു CPR നേരോ ആയുള്ളത് കൊണ്ടാണ് മാർക്കറ്റ് CPR അത്ര റെസ്പെക്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ള പ്രീവിയസ് ആയിട്ടുള്ള പ്രൈസ് ബിഹേവിയർ നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് CPRന് അത്ര ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് CPR എന്ത് ചെയ്യാം, ഹൈഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ആക്ച്വലി ഇവിടെ എന്ത് സംഭവിച്ചു, ഇവിടെ നമ്മൾ പൊതുവെ പറയുന്ന പോലെ ഡൈനാമിക് സോണിൽ നിന്ന് ബേസ് ഫോം ചെയ്തു. ബേസ് എന്ത് ചെയ്തു, ഈ ഒരു ലെവലിൽ നിന്ന്
ബ്രേക്ക് ചെയ്തു. ഓക്കെ, ഈ ഒരു ലെവലിൽ നിന്ന് ബ്രേക്ക് ചെയ്ത സമയത്താണ് ആക്ച്വലി നമ്മൾ എന്തിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്, കോൾ ഓപ്ഷൻ എൻ്റർ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നത്. ഓപ്ഷൻ ബൈയിങ് ആണ് ചെയ്തിരുന്നത്, കോൾ ഓപ്ഷൻ എൻ്റർ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത സമയത്താണ്. ഓക്കെ, ഈ ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ മാർക്കറ്റ് എന്ത് ചെയ്തു, നമ്മൾ ഈ ഒരു പൊസിഷൻ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ ലോലായിരുന്നു. നമ്മൾ ഈ പൊസിഷൻ എക്സിറ്റ് ചെയ്തത് മാർക്കറ്റ് ട്രെയിൽ ചെയ്തിട്ടാണ് നമ്മൾ എക്സിറ്റ് ചെയ്തത്. ഏകദേശം ഈ ഒരു ലെവലിൽ എവിടെയാണ് അത് മേ ബി ഈ ഒരു ക്യാൻഡിൽ എന്തോ ആണ് അതെന്ത് ചെയ്ത് എക്സിറ്റ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ട്രെയിൽ ചെയ്ത് എക്സിറ്റ് ചെയ്ത് പോയതാണ്. ഓക്കെ,